ഇത് ഞങ്ങളൊരു ഫാമിലി പിക്ചർ കിട്ടാനുള്ള ഒരു കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കി നമ്മുടെ ഐന്യൂസിനെ ഒന്ന് എടുക്കാൻ വേണ്ടി പോകണം, വരില്ല. ഞങ്ങൾ വേറെ വഴിക്ക് പോകണം. നടത്തം പഠിച്ചത് കൊണ്ട് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങോട്ടാ ചോടി പോകും. പിന്നെ ബാക്കിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടോ. വീണ്ടും ഞാൻ ട്രൈ ചെയ്യണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ വിളിച്ചാലും ഇല്ലല്ല ഞാൻ വരില്ല, ഞാൻ കടന്നു പോകും, ഞാൻ കടന്നു കളയും എന്നുള്ള ലെവലിലാണ് ആൾ. നമ്മുടെ ഹന്നൂബി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ആൾ ഉറക്കത്തിൽ ഞങ്ങൾ നീപ്പിച്ചതാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ അവസാനം ഫാസിക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു തനൂസിനെ കൊണ്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുപ്പിക്കുകയാണ് കേട്ടോ. ഒരേപോലത്തെ ഡ്രസ്സാണ്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരേപോലത്തെ ഡ്രസ്സ് മക്കളെ കൊണ്ട് ഇടിപ്പിക്കണം. ഇരട്ടക്കുട്ടികളെ പോലെ തന്നെയാണ് ഏകദേശമൊക്കെ. അപ്പം ഇതാണ് നമ്മളെ അവസ്ഥ. ഫോട്ടോ എടുക്കാൻ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഓട്ടാണ്. പുറത്തൊക്കെ ഇറക്കാൻ പറ്റാത്ത കണ്ടീഷൻ. എങ്ങനെയാ ചില ഓടും, എവിടെ മൂക്കുത്തി വീണാലും കുഴപ്പമില്ല, മൂക്കുത്തി വീണെടുത്തുനിന്ന് വീണ്ടും ഓടിപ്പോവും. ഇത് ഫസ്റ്റ് ട്രയലാണ്. ഇത് കണ്ടോ ഹെന്നൂസ് ഊരി പോവാണ്. അങ്ങനെ വാസിക്കാനും കൂടുമ്പോൾ ഇപ്പം രണ്ടാമത്തെ ട്രയലാണ്. രണ്ടുപേരും കൂടെ മാത്രം ഒന്ന് പോകുമ്പോൾ അതാ ഹെന്നൂസ് ചിരിക്കുന്നുമില്ല, മുകളിലേക്ക് നോക്കുന്ന പോലും ഇല്ല, ഉറക്കപ്പിച്ചിലാണ്. ഇനി ഇത് മൂന്നാമത്തെ ട്രയലാണിത്. അതിനിടയ്ക്ക് നമ്മുടെ തനൂസിൻ്റെ സ്ട്രോളറും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ഒഴിവാക്കാൻ പറയാം. അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെറ്റാണ് കേട്ടോ. മറ്റുള്ള പുലിമുരുകനും പല പല മോഡലും ആകുന്നുണ്ട്. എൻ്റെ വെയ്ത്തൽ ഓടിക്കോ, ഞാൻ ഓടുകയാണ്, എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കണ്ടീഷനിലാണ് ചെറുത് പോണത്. എന്താ പറയുക, ഒരു പാവല്ലേ നമ്മൾ ഈ ചാവി തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ പുറത്തിറക്കി കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ഐന്യൂസിനെ ഒക്കത്ത് വെച്ചിട്ട് ഹെന്നൂസിനോട് പറഞ്ഞു വാ. ഹെന്നൂസ് വന്നപ്പോൾ ഐന്യൂസ് പോയി. എന്താ ചെയ്യുക? ഇങ്ങനത്തെ കണ്ടീഷൻസ് ആർക്കെങ്കിലും ഉണ്ടോ വീട്ടിൽ? ഇതുപോലെ ഇപ്പോൾ ഉറക്കം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു കണക്കിന് ചിരിച്ചു തരൂല. അവസാനം ഇവരുടെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളിത് അങ്ങ് ഒതുക്കി. കാരണം നടക്കില്ല എന്ന് മനസ്സിലായി. രണ്ടിന് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഡ്രസ്സ്. ആദ്യമായിട്ടാണ് ഒരുമിച്ചുള്ള ഒരേപോലത്തെ ഒരു ഡ്രസ്സ് നല്ല രീതിയിൽ സൈസ് ഒപ്പിച്ച് കിട്ടിയത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. നല്ല രസമുണ്ട് രണ്ടുപേരും ഇട്ടിട്ട് കാണാൻ. ഹെന്നൂസിന് അങ്ങനെ കൊമ്പും കാര്യങ്ങളൊന്നും കിട്ടി കൊടുക്കാറില്ല, ആളത് വെച്ച് തരാറൊന്നുമില്ല. പക്ഷേ എങ്ങനെയോ റെയറായിട്ട് കിട്ടിയതാണ്. ഇവരാ കുണ്ടിൽ കാലിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കുന്നത് രണ്ടുപേരും. തനൂസ് സ്നേഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊരു സ്നേഹപ്രകടനം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടുതൽ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് വലിയ അപകടങ്ങളൊക്കെയാണ് വരുത്താറുള്ളത്. തുടച്ചോനെ അൽഹംദുലില്ലാ കാര്യമായിട്ടൊന്നും പറ്റിച്ചില്ല. പിന്നെ അവളത് മാനേജ് ചെയ്തു എങ്ങനെയൊക്കെയോ. എന്നാലും അവൾ മാനേജ് ചെയ്തു കേട്ടോ, കുട്ടി കരയാതെ. പിന്നെ അവസാനം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, നമുക്ക് കുറച്ചും കൂടെ വീഡിയോ എടുത്തിട്ട് പോകാമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ്. അവസാനം ഒരാൾ കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ ഫോൺ കൊടുത്തിട്ട് അവസാനം എടുത്തൊരു ഫോട്ടോ ആണ്. ഫൈനലി അൽഹംദുലില്ലാ ഞങ്ങൾക്കൊരു ഫാമിലി പിക്ചർ കിട്ടി ഗൈസ്. എത്രയോ മണിക്കൂറത്തെ എന്താ പറയുക ഹാർഡ് വർക്ക് എന്നൊക്കെ പറയാം. പിന്നെ ഈ ഡ്രസ്സ് വാച്ചൊക്കെ ഞാൻ ട്രെൻഡിൽ വന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഫോളോ ചെയ്തതിന് ശേഷം കേട്ടോ. ഡ്രസ്സ് അടിപൊളിയാണ്. ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകൾ ട്രെൻഡുകൾ 1-2 റിയാലിനൊക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വാച്ച് ഞാൻ വാങ്ങിയിരിക്കുന്ന ട്രെൻഡുകളാണ്. ഇപ്പോൾ നല്ല സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ അല്ലാതെ പല പല കളർ കോമ്പിനേഷൻ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളിയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ആട്ടോ. അപ്പം ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.